200 രൂപയ്ക്ക് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നല്ല ലിപ്സ്റ്റിക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫേസ് ക്രീം ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ അണ്ടർ ഐ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നവർ അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയാണ് ഈ ഫേസ് ക്രീംസ് ഒക്കെ തിരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു ആമസോൺ ബ്യൂട്ടി സ്കിൻ കെയർ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാനിതിൽ കാണിക്കുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ലിങ്ക്, ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈ ഹോട്ട്സ്റ്റാർ ലിങ്കും വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിരിക്കുന്ന ആംവേ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു നൈറ്റ് ക്രീമാണ്. ഇപ്പൊ ഇത് ഹെർബൽ പ്രോഡക്റ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിച്ചത് എനിക്കൊരു നൈറ്റ് ക്രീം ആയിരുന്നു വേണ്ടിയിരുന്നത്. ഇതിപ്പോ സ്കിൻ ബ്രൈറ്റനിങ് ക്രീം എന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു നൈറ്റ് ക്രീമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ, വരകൾ, അത്തരം പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ആന്റി ഏജിങ് ഗുണങ്ങളുള്ള ഒരു ക്രീമാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിനെ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് മാങ്കോസ്റ്റിൻ എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയൊരു അതേപോലത്തെ ഒരു നല്ലൊരു സ്മെല്ലും ആ ക്രീമാണെങ്കിലും വളരെ നല്ലതാണ്. നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് പെട്ടെന്നത് അബ്സോർബ് ആകും. പ്രത്യേകിച്ച് ഒരു ക്രീം തേച്ചൊരു പ്രതീതി നമുക്ക് വരില്ല, എന്നാൽ അതിൻ്റെതായൊരു നല്ലൊരു മോയ്സ്ചറൈസേഷൻ എഫക്റ്റ് ഒക്കെ വരും. അതുകൊണ്ട് കേട്ടോ ഒരു മോയ്സ്ചറൈസർ ആയിട്ട് നൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാനും ഇത് ഉപയോഗിച്ച് സാധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, ഞാൻ 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് 4 വീക്സ് എടുക്കുമെന്നാണ് ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നത്. ഞാനിപ്പോൾ അത്രയും ഒന്നും യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് ദിവസം ആയിട്ടുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രീം വാങ്ങുമ്പോൾ പലരും ശ്രദ്ധിക്കാതെയാണ് വാങ്ങുന്നത്. ഡേ ക്രീം ആണോ നൈറ്റ് ക്രീം ആണോ, ഞാനും ആദ്യമൊന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങളിനി ക്രീം വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഏത് ടൈപ്പ് ക്രീമാണ് എന്നുള്ളത്, പിന്നെ അതിന് അവർ പറയുന്ന ബെനിഫിറ്റ്സ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുക, ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങാനായിട്ട്. ഇപ്പോൾ ബ്രൈറ്റനിങ് ക്രീംസ് ഒക്കെ വാങ്ങുമ്പോൾ ഹെർബൽ ആയിട്ടുള്ള ആണോ എന്ന് കൂടി ഒന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. പിന്നെ അമ്മയുടെ ആയതുകൊണ്ട് റേറ്റ് ഒരു 400 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു പാക്കിന്റെ റേറ്റ് വരുന്നത്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അത് എന്നാൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. വേണം നമ്മൾ ഫേസിൽ ഇങ്ങനെ നമ്മൾ ഡോട്ട് ആയിട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു രീതിയിൽ ഒരു ചെറിയൊരു മസാജ് കൊടുത്തിട്ട് നമുക്കത് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് ആ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുകയാണ് ചെയ്യുന്നത്. നൈറ്റ് ക്രീം ഒക്കെ ആണെങ്കിൽ കിടക്കുന്നതിന് കുറച്ച് സമയം മുൻപായിട്ട് 1/2 മണിക്കൂർ മുമ്പൊക്കെ അപ്ലൈ ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ അടുത്ത പ്രോഡക്റ്റിലേക്ക് പോവാം. ഇത് മാമാ എർത്തിന്റെ അണ്ടർ ഐ ക്രീമാണ്. ഇതാണ് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ബോട്ടിലാണ്. അപ്പൊ ഇതിൽ അടങ്ങിയിരിക്കുന്ന സംഭവം എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. നമ്മുടെ കുക്കുംബർ ഇല്ലേ, കണ്ണിന്റെ ചുറ്റുമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, പഫ്നെസ്, അതുപോലെ തന്നെ ഐ ബാഗ്സ്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നവർക്ക്, കാര്യം കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആണ്, എനിക്ക് ആ പ്രശ്നം നന്നായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മോതിര വിരലില്ലേ, മോതിര വിരലില് ഒരു പയർമണിയുടെ അത്രയും മാത്രം എടുക്കുക. എന്നിട്ട് കണ്ണിന് ചുറ്റും ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ചെറിയൊരു മസാജ് കൊടുക്കുക. അത്രയും മാത്രം ചെയ്യാം. ഇതിന്റെ പ്രൈസ് വരുന്ന 599 രൂപയാണ്. അടുത്തതെന്ന് പറയുന്നത് മാമാ എർത്തിന്റെ സൺസ്ക്രീൻ ആണ്. അപ്പോൾ എനിക്ക് സൺസ്ക്രീനെ പറ്റി പറയാനുള്ളത്, നമ്മുടെ മുഖത്ത് കരിവാളിപ്പ്, അതല്ലെങ്കിൽ കൈകളിലൊക്കെ കരിവാളിപ്പ് ഉള്ളവര്, അല്ലെങ്കിൽ കരിമങ്കര പോലുള്ള പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ പുറത്തേക്ക് പോകാൻ, അതായത് വെയിലത്തേക്ക് പോകാൻ. നമ്മുടെ വീട്ടിലിരുന്നാലും സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. സ്കിൻ എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യമാണ്. സൺസ്ക്രീൻ ഒക്കെ നമ്മുടെ ക്രീമുകളിലൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ടെങ്കിലും ശരിക്കും പറയുന്ന സൺസ്ക്രീൻ SPF 50 ഉള്ളത്, 50 ഉള്ളതും അതുപോലെ PA++ ഉള്ളതുമായിട്ടുള്ള സൺസ്ക്രീൻ വേണം നമ്മൾ ഉപയോഗിക്കാനെന്നുള്ളതാണ്. എന്നാലാണ് നമുക്ക് അതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുക. അങ്ങനെ ഉപയോഗിച്ചിട്ട് നമ്മൾ പുറത്തു പോയിട്ട് തിരിച്ചു വന്നാലും നമ്മുടെ മുഖത്ത്, പ്രത്യേകിച്ച് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കരിവാളിപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, വെയിൽ കൊണ്ടാൽ പോലും. അപ്പൊ അതിന് പറ്റിയൊരു സൺസ്ക്രീൻ ആണ്. ഇതിൻ്റെ അകത്ത് ടെർമറിക്കിന്റെയും അതുപോലെ തന്നെ ക്യാരറ്റ് സീഡിന്റെയും ഒക്കെ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കളർ വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിലെ ഒരു ക്രീമാണ് കേട്ടോ. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്നൊരു വൈറ്റ് ഫീൽ വരുന്നുണ്ടെങ്കിലും അത് നമ്മൾ നന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ബ്ലെൻഡായി നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകുന്ന ഒരു സംഭവമാണ്. നമ്മൾ മോയ്സ്ചറൈസർ ഒക്കെ ഇടുന്നവരാണെങ്കിൽ അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇടാം. അപ്പൊ നമ്മുടെ സൺസ്ക്രീന്റെയും പ്രൈസ് വരുന്നത് 400 റേഞ്ച് ആണ്. ഇത് മേബ്ലൈന്റെ ഫിറ്റ് മീ മാറ്റി പോർലെസ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇത് നമ്മൾ ഫേസ് പൗഡർ, നോർമലി ഫേസ് പൗഡർ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെറുതായിട്ടൊരു എന്തെങ്കിലും മാർക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മീഡിയം കവറേജ് ആണ് ഇതിന് കിട്ടുക.
ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓരോ സ്കിൻ ടൈപ്പിനും വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ അകത്തൊരു പൗഡർ പഫും അതുപോലെ തന്നെ ഒരു മിററും കൂടി വരുന്നുണ്ട്. ഇത് 310 സൺ ബീച്ച് എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു മീഡിയം സ്കിൻ ടോൺ ആണ് എൻ്റേത്. അപ്പോൾ നന്നായിട്ട് സ്കിൻ ഒരു ബ്രൈറ്റ്നസ്സും ഒരു ഗ്ലോയും ഒക്കെ കിട്ടാനായിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ വെളുത്ത നിറക്കാർക്കും അതുപോലെ മീഡിയം അതുപോലെ ഡാർക്ക് സ്കിൻ ടോണുകാർക്കും ഒക്കെ പറ്റിയതുണ്ട്. അപ്പൊ ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാണാം. ഇതാണ് പൗഡർ പഫ് വരുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ മിറർ ഉണ്ട്, നമുക്ക് മിററിൽ നോക്കാം. അപ്പൊ ഇനി അടുത്തായിട്ട് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന സംഭവം, ഇത് വീട്ടിലേക്ക് കോമൺ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, പാമോലീവിന്റെ ബോഡി വാഷ്. അതായത് നമ്മൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട് സോപ്പിനേക്കാളും ഏറ്റവും നല്ലത്, നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കാനും ഒക്കെ നല്ലത് ബോഡി വാഷ് തന്നെയാണ്. പാമോലീവിൻ്റെ ബോഡി വാഷ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ വെറ്റായിട്ടുള്ള സ്കിന്നിലേക്ക് നമുക്കൊരല്പം ബോഡി വാഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇത് നമ്മൾ സാധാരണ സോപ്പൊക്കെ തേച്ചിട്ട് നമ്മൾ കുളിക്കുന്ന പോലെ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയത്ത് നല്ലോണം ഒരു പതയൊക്കെ വരും. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ പതയൊക്കെ അങ്ങ് പോകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കഴുകി കളയാനും ഒക്കെ വളരെ ഈസിയാണ്. വഴുവഴുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കഴുകി കഴിഞ്ഞിട്ട് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫീലും ഒക്കെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കുളി ഒരു ആഘോഷമാക്കാം. ഇതിൻ്റെ അടുത്ത ഒരെണ്ണം വാങ്ങിയിരിക്കുന്നത് ഞാനത് മോന് കൊടുത്തു വിടാം എന്ന് കരുതിയിരിക്കുകയാണ്. അത്രയും നല്ലതാണ്, സൂപ്പറാണിത്. ബോഡി വാഷ് നോക്കിയപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കാൻ പോയില്ല. ഇതിൻ്റെ കണ്ടപ്പോൾ ഇത് തന്നെ വാങ്ങിച്ചത്. ഇതിൻ്റെ അകത്ത് ഓറഞ്ചിൻ്റെ എസെൻഷ്യൽ ഓയിൽസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, ഒരു ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ഗ്ലോയിങ് ഒക്കെ കിട്ടാനായിട്ടൊക്കെ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് മിസ് ക്ലെയറിൻ്റെ സോഫ്റ്റ് മാറ്റി ലിപ് ക്രീമാണ്. ക്രീം എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് മിസ് ക്ലെയറിൻ്റെത് യൂസ് ചെയ്യണത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ചെറിയൊരു സംഭവമാണ് ഇത്. 200 റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട ഒരു ഫീൽ ഇല്ലാത്ത വിധത്തിൽ നമുക്ക് ലൈറ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റിയ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഇട്ട് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി മറ്റേ ലിപ്സ്റ്റിക്ക് അറിയാതെ ഇട്ട് പോയതാണ്. ഞാൻ ഇത് തന്നെ ഇടണം എന്നാണ് ഞാൻ കരുതിയത് കേട്ടോ. ഇത് നമുക്ക് അറിയത്തേ ഇല്ല. ഇപ്പം അതിൻ്റെ മുകളിലായതുകൊണ്ട് അറിയുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയത്തേ ഇല്ല. അത്രയും ഒരു പ്രത്യേക ഒരു ഫിനിഷുള്ള ഒരു ലിപ് ക്രീമാണ്. ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ, അടിപൊളി. ഇതിൻ്റെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് പോലത്തെ പല ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല രസമുള്ള ഷെയ്ഡ്സ് ആണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.